ഇന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കുവാണ്. ചിക്കൻ കറി ഓൾറെഡി അമ്മ ഉണ്ടാക്കിയത്, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കാണാം. ഇത് എത്ര സവാള അമ്മ? ചെറിയ സവാള ആണെങ്കിൽ 5, വലിയ സവാള ആണെങ്കിൽ 4. ചെറിയ സവാള 5, വലിയ സവാള ആണെങ്കിൽ 4. അല്ല, വലിയ സവാള 4, ചെറിയ സവാള ആണെങ്കിൽ 5. ഓക്കെ, ചെറിയ സവാള 5, വലിയ സവാള ആണെങ്കിൽ 4. പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, കറിവേപ്പില. ഇത് എന്തിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് മാറ്റി വെച്ചേക്കുന്നത്? വറുക്കാൻ, ചെറുതായിട്ടൊന്ന് വറുക്കാനായിട്ട്. ഓക്കെ, അമ്മ നെയ്യും കുറച്ച് എണ്ണ ഒഴിച്ചു. എന്നിട്ട് ഇത് വറുത്തെടുക്കോ? ഇതും ക്യാരറ്റും വറുത്തെടുക്കോ? ആ ഓക്കെ, ക്യാഷ്നട്ടൊക്കെ ഇടാൻ പോകുന്നുണ്ട്. നമ്മൾ എത്ര നാഴി അരിക്കാണ് നെയ്ച്ചോറ് ഉണ്ടാക്കണേ? ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ്. ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ്. 4 ഗ്ലാസ്. ഓക്കെ, കാഷ്നട്ട് ഇട്ടു. ലാസ്റ്റ് കിസ്മിസ് ഇട്ടാൽ മതി. ഇത് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അത് മാറ്റാം. എന്നിട്ട് കിസ്മിസ് ഇടും. അതൊന്നൊരു ഈ ബോൾ പോലെ ആകുമ്പം ഇതൊന്നും കോരിയെടുക്കും, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. അമ്മ എന്താ നേരത്തെ പറഞ്ഞേ? ഈ ഒരു ഗ്ലാസ്സിന് അരി എടുക്കുവാണെങ്കിൽ അതേ ഗ്ലാസ്സിന് തന്നെ 1.5 ഗ്ലാസ് വെള്ളം. ഇനി അടുത്തത് ക്യാരറ്റ്. വേണമെങ്കിൽ ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. നമ്മളിതിന് നെയ്യും വെളിച്ചെണ്ണയല്ലേ ഒഴിക്കുന്നത്? ടേസ്റ്റ് വരും. ഈ ഒരു ഇതിലോട്ടാവണം. എന്നിട്ട് നമ്മളത് കോരി മാറ്റി വെക്കും അല്ലേ? ഇനി അടുത്തത് പട്ട, ഏലക്ക, ഗ്രാമ്പു കുറച്ച് മതി, ഒരു മണത്തിന് വേണ്ടി അങ്ങനെ വെച്ച് മാറ്റിയെടുക്കും. അത് കഴിഞ്ഞിട്ട് ഉള്ളി വറുത്തെടുക്കും. നമ്മൾ കുറച്ച് ഉപ്പിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടാൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് വരും എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇട്ടു. ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി കഴിയുമ്പോൾ നമ്മളിത് കോരി മാറ്റി വെക്കും. നേരത്തെ നമ്മൾ കുറച്ച് ഉള്ളി മാറ്റി വെച്ചിരുന്നില്ലേ, അതൊന്ന് വഴറ്റിയെടുക്കണം. മറ്റത് ഈ സൈഡിലെല്ലാം സെറ്റായിട്ടുണ്ട്. ഞാനിതാ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 6 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. 4 നാഴി അരിക്ക്, ഒരു നാഴിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട്. ഇത് 1 വിസിലാണോ? കുറച്ച് ഓക്കെ, കൈമ ജീരകശാല അരിയാണ്. എന്നിട്ട് ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് നെയ്യും കൂടി ഒഴിക്കും. എന്നിട്ട് തിളച്ച് വരുമ്പോൾ അരി ഇടും അല്ലേ? എന്നിട്ട് അടച്ചു വെച്ചിട്ട് 1 വിസിൽ. നമ്മൾ അരിയിട്ട് ഇനി 1 വിസിൽ വേണ്ടി വെയിറ്റ് ചെയ്യും. ഇതാ വഴണ്ട് വന്നു. ഒരു വിസിൽ കേട്ടിട്ട് ആവി കളഞ്ഞിട്ട് എടുക്കും. കുറച്ച് നേരം വെച്ചിട്ട് ആവി കളഞ്ഞിട്ട് എടുക്കും. അങ്ങനെ ചോറ് വെന്തു വേറെ പാത്രത്തിലോട്ടൊക്കെ മാറ്റി വെക്കുക. എന്നിട്ട് ഇത് കുറച്ചുകൂടെ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ചൂടാക്കി എടുക്കും. നേരത്തെ വഴട്ടിയ ഉള്ളിയും പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം പുറത്തിങ്ങനെ ഗാർണിഷ് ചെയ്തിടും. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് സെറ്റായി. കഴിച്ച് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് കമൻറ്റ് ചെയ്യണം. ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്നും പറയാം.